കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുടുംബകോടതികളിലെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ്. അതായത് പലപ്പോഴും കോടതികളിൽ കൃത്യമായി കേസുകൾ ഫയൽ ചെയ്യാത്തത് മൂലം കൊണ്ടോ ഭർത്താക്കന്മാർക്ക് എതിരെയായിട്ട് പലപ്പോഴും ഭാര്യയ്ക്ക് കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് വിധികൾ വരാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുക, പൈസ ഈ പറയുന്ന ഭാര്യയ്ക്കും കുട്ടികൾക്കും എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പായിട്ട് നൽകണം എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പൈസ അടയ്ക്കണം എന്നുള്ളത് കൊണ്ട് പല ഭർത്താക്കന്മാർക്കും അതിലൊരു വിമുഖത സംഭവിക്കാറുണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് ഈ പൈസ എങ്ങനെ ഭാര്യയ്ക്കും കുട്ടിക്കും കൈമാറണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പൈസ അടയ്ക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അവിടെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് ഒരു പക്ഷേ നമുക്ക് തരാതിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പൈസ അടയ്ക്കാതെ ഇരുന്നാൽ ഒരു കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പൈസ അടയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് വേണമെങ്കിൽ കോടതിയിൽ അടുത്ത ഒരു IA പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഇദ്ദേഹം പൈസ അടയ്ക്കുന്നില്ല, അതുകൊണ്ട് ആ പൈസ റിക്കവർ ചെയ്യാനായിട്ട് ഇവരുടെ വീടും പറമ്പും അറ്റാച്ച് ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവർക്കൊരു കേസ് ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ പൈസ അടയ്ക്കാത്തതുകൊണ്ട് പൈസ അടയ്പ്പിക്കുവാനായിട്ട് കോടതിക്ക് വേണമെങ്കിൽ ഈ ഭർത്താവിനെതിരെയായിട്ട് ഒരു സിവിൽ പ്രിസൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രകാരം നിങ്ങളെ ജയിലിൽ ഇടുവാനും എന്തുണ്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇനി ചില സിറ്റുവേഷനിൽ പൈസ നമ്മളിപ്പോൾ കയ്യിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യ പറയുകയാണ് പൈസ തന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും നമ്മുടെ കയ്യിൽ തെളിവില്ലാത്ത കാരണം കൊണ്ട് മേൽപ്പറഞ്ഞ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷയോ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒഴിവാക്കുവാനായിട്ടുള്ള ശരിക്കുള്ള മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് ഇതാണ്, ഹെഡ് ക്ലർക്ക് റെസിപ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് സിവിൽ രജിസ്റ്റർ നമ്പർ 61 എന്നാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പേര്. അതായത് സിവിൽ രജിസ്റ്റർ നമ്പർ 61 ഹെഡ് ക്ലർക്ക് റെസിപ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ ഇന്ന കുടുംബ കോടതിക്ക് മുമ്പാകെ എന്നുള്ള ഹെഡിങ് എഴുതുക. താഴെ ഫ്രം എഴുതിയിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് എഴുതുക. 2 എന്ന് പറഞ്ഞിട്ട് ഏതാണോ കുടുംബ കോടതി എഴുതുക. അതിന് താഴെ ഇന്ന MC കേസ് നമ്പർ പ്രകാരം ഈ കോടതി വിധിച്ചിട്ടുള്ള ഇത്ര രൂപ ഇന്ന കോടതിയിൽ ഇന്ന കൊല്ലത്തെ ഇന്ന മാസം ഞാനിവിടെ കെട്ടിവയ്ക്കുന്നു ഇത്ര രൂപ എന്നുള്ളത് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേര്, ഒപ്പ്, അഡ്വക്കേറ്റിൻ്റെ പേര് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ കുറച്ച് സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്തിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ, ആ പൈസ എന്ന് പറയുന്നത് ഇപ്പോൾ 500 നോട്ടാണെന്നുണ്ടെങ്കിൽ ആ 500 നോട്ടിൽ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 3000 4000 എത്ര വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ എഴുതുക. അപ്പോൾ അടയ്ക്കുന്ന പൈസയുടെ നമ്പറും കൂടി നിങ്ങളെല്ലാം എഴുതണം. അതിൻ്റെ പേപ്പർ 2ആയിട്ട് മടക്കുക. ആ മടക്കിയതിന് ശേഷം മേൽ പറഞ്ഞ പോലെ മുകളിൽ തന്നെ കുടുംബ കോടതി മുമ്പാകെ നിങ്ങളുടെ പേര്, പിന്നെ ആരാണ് എതിർകക്ഷി, ആരാണ് ഹർജിക്കാരി, പിന്നെ നിങ്ങൾ പൈസ അടയ്ക്കുന്ന ഡേറ്റ്, നെക്സ്റ്റ് കേസ് ഡേറ്റ് എന്നാണ് എന്നുള്ളതും കൂടി എഴുതിയിട്ട് ഈ കുടുംബ കോടതിയിലെ ഹെഡ് ക്ലർക്കിൻ്റെ മുമ്പിൽ ഈ അപേക്ഷയും ഈ പൈസയും കൂടിയും കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ രജിസ്റ്റർ നമ്പർ 61 എന്ത് ചെയ്യും, അവർ പൈസ മേടിച്ച് അതിൻ്റെ റെസിപ്റ്റ്, ഒറിജിനൽ റെസിപ്റ്റ് നിങ്ങൾക്ക് തന്നെ തരുന്നതായിരിക്കും. ഇതിന് നിങ്ങൾക്ക് ആരുടെ സഹായം ആവശ്യമില്ല, നേരിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിക്ക് തന്നെ ഇത് ബോധ്യമാകും നമ്മളെ പൈസ കോടതിയിൽ കൃത്യമായി അടയ്ക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് റെസിപ്റ്റ് പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല. കോടതിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെസിപ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ആ റെസിപ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്റ്റ് ബുക്കിൽ മെയിനായിട്ട് നമ്മൾ പൈസ അടച്ചതിൻ്റെ മീൻസ് നിങ്ങളുടെ കേസ് നമ്പർ ഉണ്ടായിരിക്കും, എത്ര രൂപയാണ് അടച്ചേക്കണത്, ഏത് മാസമാണ് ഏത് വർഷമാണ് എന്നുള്ളതായിരിക്കും, പൈസ അടച്ച ആളുടെ പേരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻ ക്യാഷ് ആസ് പെർ ട്രഷറി ഓർ ബാങ്ക് റെസിപ്റ്റ് നമ്പർ അതിലുണ്ടായിരിക്കും, പിന്നെ ഏതാണ് കോടതി എന്നുള്ളതുണ്ടായിരിക്കും, അടച്ച ഡേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ആ കോടതിയിലെ ശിരസ്ദാദർ എന്ന് പറയുന്ന ആൾ സൈൻ ചെയ്തതിൻ്റെ
അതും ആ ഒരു ബുക്കിലുണ്ടായി. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ പൈസ അടച്ചു, നിങ്ങൾ സത്യസന്ധനമാണ്, കോടതി നടപടികൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. അല്ലാതെ വെറുതെ നമ്മൾ പൈസ ഗൂഗിൾ പേ ചെയ്യുകയോ അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു മാർഗ്ഗമാണ്. അപ്പോൾ കോടതിയിൽ തന്നെ നമുക്കിതൊരു തെളിവായിട്ട് നമുക്കിത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളിതിന് പൈസ കൊടുത്ത് പോയി 5-6 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് എവിഡൻസ് വരിക. ആ എവിഡൻസ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഭാര്യ പറയും പൈസ അടച്ചില്ല എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ കേസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യ പറയും കുട്ടികൾക്ക് മെയിൻ്റനൻസിന് ഇയാളുടെ പൈസ കൊടുക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ കയ്യിലാണ് പൈസ കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കോടതി അതിനെ അലൗ ചെയ്യും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സംസാരം കുറയ്ക്കുക, പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ നമ്മൾ ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മാർക്കാണത് ഈ സിവിൽ രജിസ്റ്റർ നമ്പർ 61 എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെഡ് ക്ലർക്ക് റിസീപ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ള ബേർഡൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.